പ്രവർത്തിക്കുന്ന ഒരു സവിശേഷതയുടെ അനന്തരഫലമാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ട് ഒപ്പിയെടുക്കരുത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇതൊരു ഒരു ഒരു വൈബ്രേഷൻ മാത്രമാണ് ഈ വോയിസ്. അതുകൊണ്ട് ഈ വോയിസിനകത്ത് ജഡ്ജ്മെൻറ്റ്സ് ഒന്നുമില്ല. നിങ്ങളീ പറയുന്ന വാക്കുകൾ ഓരോന്നിനും വിധിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇന്നതാണെന്ന് വിധിച്ചാൽ അവിടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പകരം ഈ ശബ്ദം കേൾക്കുക, ഈ ശബ്ദത്തിൻ്റെ താളം കേൾക്കുക. അപ്പോൾ നിങ്ങളവിടെ എന്ത് വേണം? നിങ്ങളുടെ അഹങ്കാരം മാറണം. അഹങ്കാരം, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ശക്തിയില്ല, എനിക്കൊന്നുമില്ല. അപ്പോൾ ശക്തിയും ബുദ്ധിയും എല്ലാം ആരുടേതാണ്? അതെല്ലാം പ്രപഞ്ചത്തിൻ്റെതാണ്. അത് സർവ്വതും പ്രപഞ്ചത്തിൻ്റെ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കുന്നു. ഞാനുണ്ടെന്നുള്ള തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ എന്നെ ചലിപ്പിക്കുന്നത് എന്താണ്? എന്നെ ചലിപ്പിക്കുന്ന പ്രപഞ്ചമാണ്. അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ ആഹാ ആനന്ദം. ഇത് ആർക്കും സാധിക്കുന്നതാണ്. ഇത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സാധിക്കുന്ന ഒന്നാണ്. ഇതാണ് എളുപ്പം സാധിക്കുന്നത്. എളുപ്പം. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ഇതിനെ എതിർക്കുന്നു. സ്വന്തം ജന്മത്തെ എതിർക്കുന്നതാണ് കഷ്ടപ്പാട്. സ്വന്തം ജന്മത്തെ എതിർക്കാതിരുന്നാൽ ആഹാ, അവിടെ വേറെന്താ പ്രശ്നം? അത് നമ്മൾ ഉള്ളിലോട്ട് നോക്കുക. ഹൃദയം എപ്പോഴെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്, ഒരു 10 മിനിറ്റ് അടുത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. ഒരു 10 മിനിറ്റ് അടുത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ ഹൃദയം ഒരിക്കലും ആവശ്യപ്പെടാറില്ല. എന്താവശ്യപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ഏതെങ്കിലും ഒരു, നമ്മൾ വിശ്രമിക്കുമ്പോഴും നമ്മുടെ ആന്തരിക വ്യവസ്ഥകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്കാണ് വിശ്രമം വേണ്ടത്. എന്താണ് നമ്മളെന്ന് നമ്മൾ കരുതിയത്? എന്താണ് ഞാനെന്ന് കരുതിയത്? ആ ഞാനെന്ന് കരുതിയ തെറ്റിദ്ധാരണക്ക് മാത്രമേ വിശ്രമം ആവശ്യമുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സവിശേഷത, ഒരിക്കലും സാവകാശമോ ഒരിക്കലും വിശ്രമമോ ആവശ്യപ്പെടാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ കാണുമ്പോഴാണ് നമുക്ക് ഉന്മേഷമുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ സജീവമാകുന്നത്. അപ്പം നമ്മുടെ സജീവതയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കൾ എല്ലാവരും വളർന്നു വരുന്നത് നമ്മുടെ സജീവതയിലാണ്. അപ്പോൾ ഞാൻ സജീവമായിട്ടിരുന്നാൽ മനുഷ്യജന്മത്തിന് മാത്രമല്ല, ഈ പരിസരത്തുള്ള ജീവജാലങ്ങളെല്ലാം അതിൻ്റെ താതാമ്യം പ്രാപിച്ച് നിന്നാൽ ഒരു കാരണവശാലും ഒന്നും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഒന്നിനും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഓക്യുപ്പൈങ് സ്പേസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അത് നിർബന്ധമാണ്. ഒരു സിംഹവും ഒരു മൃഗത്തെയും വിശപ്പില്ലാത്തപ്പോൾ വേട്ടയാടത്തില്ല. ഒരു മൃഗവും ചെയ്യത്തില്ല. ഏത് മൃഗമാണെങ്കിലും അതിന് വിശക്കുമ്പോഴാണ് അതെന്തെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ വിസിനിറ്റിയിലോട്ട്, അതിൻ്റെ പേഴ്സണൽ സ്പേസിൽ, എല്ലാത്തിനും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ സിംഹം ഇങ്ങോട്ട് വെറുതെ ഇങ്ങോട്ട് നമ്മളെ കണ്ടെന്ന് നമ്മൾ ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കത്തൊന്നുമില്ല. ഒരു ആനയെ നമ്മൾ ഓടിച്ചിട്ട് കുത്തത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഏരിയയുണ്ട്. ആ ഏരിയയിൽ നമ്മൾ കടന്നാൽ അത് തീർച്ചയായിട്ടും വന്നിരിക്കും. ഒരു കാട്ടാനയും, മനസ്സിലായി, ഒരു കാട്ടാനയും നമ്മളതിൻ്റെ അടുത്ത്, നമ്മളിവിടെ കാട്ടിൽ തന്നെ, കാട്ടിൻ്റെ അടുത്താണ് ഇവിടെ കുറച്ച് ആനകളുള്ള സ്ഥലത്തൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. മനസ്സിലായി, അതൊരിക്കലും നമ്മുടെ നേരെ ആക്രമിക്കാൻ വരത്തില്ല. മനസ്സിലായി. മനുഷ്യനാണ് എല്ലാത്തിലും സംശയം. അന്ന് അകലെ അമേരിക്കയിലും തുറന്നു ഇവനിവിടെ ഇരുന്ന് പേടിക്കുന്നു. അമേരിക്ക നടന്നു, നാളെ അതിവിടെ എത്തിയിരിക്കും. എത്തും. എന്താ കാരണം? കാരണം ഇവൻ്റെ അശ്ലീലം കൊണ്ട്. കാരണം വൃത്തികേട് നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ വൃത്തികെട്ടവനായിട്ടിരിക്കുമ്പോൾ, വൃത്തികേട് അമേരിക്കയിലല്ലേ, ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും വൃത്തികേടുള്ളവന് വൃത്തികേട് ബാധിച്ചിരിക്കും. വൃത്തി ഉള്ളവന് വൃത്തി എന്ന് പറയുന്ന സംസ്കാരം, അല്ലെങ്കിൽ അവൻ്റെ ശരിക്കുമുള്ള ഉന്മ, അതാണ് വൃത്തി. അതിനെ ഒന്നും ബാധിക്കത്തില്ല. അത് ദാറ്റ് സെൽഫ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഇത് മനസ്സിലാക്കണം. ഭയങ്കര സിമ്പിളാണ്, പക്കാ ബ്യൂട്ടിഫുള്ളാണ്.